ബ്ലൗസൊക്കെ ഒന്ന് അഴിച്ച് വെക്കട്ടെ. ഒന്നും കൊള്ളാണ്ടായി അടിച്ചിട്ട്. എന്താ ഇവള് വരുന്നത്? ആ വാ. എന്തപ്പോ ഉണക്കൊക്കെ വഴി തെറ്റിയോ ഈ വഴിയൊക്കെ വരാൻ? കല്യാണത്തിന് പോയിട്ട് വരും. എന്താണ് ഈ വഴിയൊക്കെ? വാ കയറിയിരിക്കും. എവിടേക്കൊന്നും അപ്പം സാരിയൊക്കെ എടുത്തിട്ട്, സാരിയൊന്നും എടുത്ത് കാണാറില്ലല്ലോ ഇപ്പം നിങ്ങളുടെ കല്യാണത്തിനോ? കേറെ. ആ ശരി. നിങ്ങളെന്താ ബ്ലൗസേ ഇപ്പോൾ നെയ്റ്റ് അപ്പോൾ വീട്ടിലിടുന്നത്. ബ്ലൗസൊന്നും കൊള്ളണില്ല ഇപ്പോൾ, ഇടാണ്ട് ആയിട്ട് ബ്ലൗസൊന്നും കൊള്ളാണ്ട്. നെയ്റ്റ് ഇട്ടിട്ട് നല്ല രസമുണ്ടല്ലോ. അപ്പോൾ അഴിക്കാമല്ല, അഴിച്ചാൽ കുട്ടീൻ്റെ അടുത്ത് കൊടുത്തതെന്ന് അടിച്ചു തരും അതിൻ്റെ സൈഡ്. ഒന്ന് കൊള്ളാണ്ടേ ഈ ബ്ലൗസൊക്കെ. കുറേ ബ്ലൗസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ ഒക്കെ ചെയ്യാം. ഞാനേ പെരിന്തൽമണ്ണയ്ക്ക് വന്നാണ് കല്യാണത്തിന്. കിഴങ്ങ് കൊടുത്തിട്ടൊന്നുമില്ല. ചേച്ചിയോ എത്തിമേടെ ഇന്നലെ കുളിക്കുകയാണ്. ഇവളും എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ. കണ്ടോ, ഇത് നമുക്ക് പറ്റില്ല കുട്ടി. കണ്ടോ, പിന്നോണ്ട് അഴിക്കണേ. ഇത് അഴിക്കണ്ടേ ഇപ്പൊക്കെ. അതിൻ്റെ കൂടെ ഇവിടെ ഇരിക്കും പാവം മൊത്ത്. അപ്പോൾ രാവിലെ ഇപ്പോൾ കുറച്ചൊക്കെ കൊണ്ടുപോയി കൊടുന്ന് ഇവിടെ കെട്ടിയതാ. പിന്നെ എന്താ വർത്താനം? അതൊക്കെയുണ്ട്. ഇങ്ങനെ അവള് കുളിക്കുക തോന്നുന്നു. നീ ഇരിക്ക. എന്നിട്ട് എന്താ വർത്താനം തന്നെ? ഞാൻ വർത്തമാനം ചോദിക്കട്ടെ കുട്ടി? വർത്താനം ചോദിക്കാൻ പാടില്ലേ? വാ ഇങ്ങോട്ട് വാ. ഇതൊക്കെ ചെയ്യാൻ എനിക്കതാ. അതൊക്കെ മൂലഴിക്കട്ടെ ഞാനേ. ഇതെന്തിനാ നമുക്കുണ്ടോ ബ്ലൗസ്? ഇങ്ങോട്ട് വാ ജൂലി. എന്നെ കണ്ടിട്ടാവും ചിലപ്പോ. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയണോ? എന്തപ്പോ വന്നത്? ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്നതാ പൊയ്ക്കാറ്റിക്ക്. എന്നെ കൊണ്ടുപോകാനോ? നന്നായി. ഈ പ്രായത്തിൽ ഇപ്പൊ ഞാനിപ്പോൾ അങ്ങോട്ട് വരിക. എന്നെ കൊണ്ട് എനിക്ക് വയ്യ കുട്ടി. എൻ്റെ കാലിനും നടക്കാനും വയ്യ, ഒന്നിനും വയ്യ. കുറച്ച് ദിവസം ഞങ്ങൾക്ക് വന്ന് നിൽക്കിങ്ങൾ. ഇപ്പം എന്നെ കൊണ്ടുപോയിട്ട് എന്താ അവിടെ? നമുക്കും കൂടെ ബുദ്ധിമുട്ടാവും. എൻ്റെ ശീലങ്ങൾക്കൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ അറിഞ്ഞ് ചെയ്യുന്നതിപ്പോൾ എൻ്റെ ഇന്നിരി. നിങ്ങളുടെ ശീലങ്ങൾ ഇപ്പോൾ എന്താ? ഞങ്ങൾ കണ്ടു വളർന്ന ശീലങ്ങൾ തന്നെ ഉള്ളൂ ഇപ്പോൾ. അതൊന്നും പറ്റില്ല. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകണതേ ഇഷ്ടമല്ലാണ്ടായിരുന്നു. ഇവിടെ തന്നെ നിൽക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ അല്ലേ കൊല്ലങ്ങളായിട്ട് അവൻ്റെ കൂടെ അല്ലേ ഞങ്ങൾ കൂടെ പോരി. കുറച്ച് ദിവസം അവിടെ വന്നിട്ട് മതി. അവിടെ വന്ന് നിൽക്കാലോ. ഇനിയിപ്പോൾ അവിടെ വന്ന് നിന്നിട്ട് അവിടെ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? പുറത്തിറങ്ങാണ്ട് ഇരുന്നിട്ടാ കാലുവേദനയ്ക്ക്. അതൊന്നും വേണ്ട, മാറും. അതേ മുറ്റത്ത് കൂടെ ഒക്കെ നടക്കൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ മാറും. ഒന്നും ശരിയാവില്ല കുട്ടി. നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഒന്നത് എനിക്ക് വരാൻ വയ്യ. ഒന്നാമത്തെ കാര്യം അതാണ്, എനിക്ക് വരാൻ വയ്യ. വെറുതെ നീ വാശി പിടിക്കണ്ട. നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇവിടെ വന്ന് നിൽക്ക. അതിനിപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്താ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്നാ? ഇന്ദിരയ്ക്ക് അത്രയില്ല. ഇന്ദിരയ്ക്ക് എന്താ കുഴപ്പം? അവൾക്ക് ഒരു പ്രശ്നവുമില്ല. ആർക്കും സന്തോഷമല്ലേ ഉള്ളൂ. നിങ്ങളാരും വന്ന് വരാഞ്ഞിട്ടല്ലേ. നിങ്ങൾക്ക് അച്ഛൻ്റെ പെൻഷനൊക്കെ പോലും വരുന്നില്ലേ? പിന്നെ അച്ഛൻ്റെ പെൻഷനൊക്കെ വരുന്നുണ്ട്. അത് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അതൊന്നും ഞാൻ എടുക്കാറില്ല. ഇവിടെ അവനോട് പറയും, അവന് എനിക്ക് വേണ്ട മരുന്നോ കുഴമ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അത് നിർത്തണം. അതും ആ കുട്ടി കഴിക്കില്ല. അതൊക്കെ അവിടെ തന്നെ കിടക്കും. എന്താണ് ജോലിക്ക്?
നീ ഇപ്പം പൊക്കോ, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരാം. അല്ലാണ്ടപ്പോൾ ഞാൻ വന്നാൽ ശരിയാവില്ല. നമുക്കൊന്നാമത് എൻ്റെ ശീലങ്ങളൊന്നും ഇപ്പോൾ പഴയ മാതിരി അല്ല. ഇപ്പോൾ ദേഷ്യമൊക്കെ കൂടുതലാണ്, പ്രായമാവണേൻ്റെ ആയിരിക്കാം. അതുകൊണ്ട് നീ ഇപ്പോൾ കുറച്ചുണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ വരാമോ വരട്ടെ. വന്നിട്ട് ചോദിച്ചിട്ട് ഞാനൊരു ദിവസം വരാം. എന്തിനേ നീ അങ്ങോട്ട് ചെല്ലേ. അവളുടെ കുളി കഴിഞ്ഞു തോന്നുന്നു. അങ്ങോട്ട് ചെല്ലേ. മോളെ കല്യാണത്തിന് വന്നതാണ്. പെരിന്തൽമണ്ണ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണം. അതെയോ? ശരി, ഞാൻ വിളിക്കായിരുന്നു. അപ്പം അമ്മയെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ, അമ്മ വരികയാണെങ്കിൽ അമ്മയെ കൊണ്ടുപോകായിരുന്നു. കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കട്ടെ. അവള് പറയുന്നത് ഇപ്പം അവളെ കൂടെ അങ്ങോട്ട് പോകണം, പഴക്കാട്ടിലേക്ക് പോകണമെന്നാ. അവിടെ പോയി നിൽക്കാൻ പറയണു. എനിക്കാണെങ്കിൽ പോകാൻ വയ്യ. എന്നാലും എനിക്കിപ്പോൾ ഈ നടക്കാണ്ടായിട്ട് കാലൊക്കെ നല്ല വേദനയാണ്. പിന്നെ എൻ്റെ ചിട്ടകളൊന്നും അവൾക്ക് പിടിക്കൂല. അവൾക്ക് മൂക്കത്ത ശുണ്ടി. അവൾ ഇരുന്നിട്ടുണ്ടല്ലേ ഞാൻ പറയണത്. എന്നെക്കൊണ്ട് വയ്യ കുട്ടി പോവാൻ. അവൾ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഇതാ നിൽക്കുന്നു. അത് ശരി, അമ്മയെ കൊണ്ടുപോവാൻ. അമ്മയ്ക്ക് രണ്ട് മനസ്സൊക്കെയാണ്, വരണമെന്നുണ്ട് വരണമെന്നുണ്ട്. നന്നായി. അമ്മയുടെ ശീലങ്ങളും ഒക്കെ ബുദ്ധിമുട്ടാവുള്ളേ. കുളിക്കായിരുന്നു ഞാനിപ്പം. എന്താന്ന് എൻ്റെ അഭിപ്രായം? അവള് പോയ 4 ദിവസം കൊണ്ട് എന്നെ തിരിച്ച് ഇവിടെ കൊടുന്നാക്കി തരും. അതൊക്കെ ഇപ്പോൾ പറയും. എൻ്റെ ഇഷ്ടം പോലെ ചെയ്യണം. ഞാൻ എന്ത് പറയാനാ? വാ ആമേ, ഞാൻ ചായ കൊടുക്കാം. വാ. ഇല്ലമ്മേ, ചായ ഒന്നും വേണ്ട, ഗ്ലാസ് വെള്ളം മതി. പണിയൊക്കെ കഴിഞ്ഞേ. എന്തായാലും അമ്മ പോകണോട്ടെ, കുറച്ച് സ്ഥലം നിൽക്കട്ടെ. അമ്മ വരികയാണെങ്കിൽ നീ കൊണ്ടുപോക്കും. അമ്മ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കൊണ്ടുപോവാം. പക്ഷെ അമ്മയ്ക്ക് എന്താ വയസ്സായി വരികയാണ്. അമ്മയ്ക്ക് അമ്മയുടേതായ വാശികളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇതിൽ നിൽക്കേണ്ടി വരും കേട്ടോ, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. പഴയ മധുരമല്ല. അപ്പോൾ കുറച്ച് ദേഷ്യവും കുറുമ്പും ഒക്കെ കൂടുതൽ. കുട്ടികളെ പോലെ ആയിട്ടുണ്ട്. കുട്ടികളെ പോലെയല്ല, കുട്ടികളെക്കാളും നഷ്ടമാണ്. അമ്മ ഒന്നും നീ കൊണ്ടുപോക്കി, എനിക്ക് ഒരു വിരോധമില്ല. മക്കൾക്ക് അതിൻ്റെ അവകാശം ഉണ്ടല്ലോ, മക്കൾക്ക് നോക്കാനുള്ളത്. ചുണ്ടിയൊക്കെ ഉണ്ടാവും, അതൊന്നും സാറില്ലേ, ഞാൻ നോക്കിക്കോളാം. കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറയില്ല. ഏട്ടനോട് പറഞ്ഞാൽ മതി. ഏട്ടനോട് ഞാൻ പറഞ്ഞോളാം, കൊണ്ടുപോയി എന്ന് പറയാം. പോകട്ടെ അമ്മ, കുറച്ച് സ്ഥലം ഒന്ന് നിൽക്കട്ടെ. ആയിക്കോട്ടെ. അതിനെന്താ? ചോറൊക്കെ ആയി. ചോറും കൂട്ടാനൊക്കെ രാവിലെ തന്നെ ആവും, നേരത്തെ ആവും. ജൂലി ഇതാ വരുന്നു. അവളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു കൊണ്ടുപോകണേ. അമ്മയ്ക്ക് അവളെ കൂട്ടാം. അമ്മയ്ക്ക് അവിടെ പൂച്ച, ഇത് അവളെ ജൂലി, ഇതൊക്കെ അമ്മയുടെ ഇതാ. കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ തന്നെ. അമ്മയ്ക്ക് ഒന്നാമത് ഇതൊക്കെ വിട്ടിട്ട് എങ്ങനെയും പോണതേ ഇഷ്ടമല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ എന്താ ചെയ്യും, മുറ്റത്ത് കൂടെ എന്തെങ്കിലും തോണ്ടിയിട്ടും പിടിച്ചിട്ടൊക്കെ നടക്കുകയും ചെയ്യും. അതാണ് ഒരു കാര്യം ചെയ്യും. കൊണ്ടുപോകാൻ കൊണ്ടുവിളിക്കുക, എനിക്ക് വിരോധമൊന്നുമില്ല. അല്ലാതെ ഞാനെന്താ പറയുക. അമ്മയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, കുഴപ്പമില്ല. ആയിക്കോട്ടെ, ഞാനേറ്റോട് ഞാൻ പറഞ്ഞോളാം. കുറച്ച് ദിവസം കൊണ്ടുപോയിക്കോളൂ. ഞാനങ്ങോട്ട് പോവാറില്ല. ഞാനങ്ങടാ പോണേ, ഞാൻ എവിടേക്കും പോയില്ല. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. കുട്ടികളൊക്കെ വരില്ല. ഉച്ചയ്ക്ക് ചിലർ ഉണ്ണാൻ വരും, ചിലർ ഉണ്ണാൻ വരില്ല. അങ്ങനെ മൂപ്പര് ഏട്ടൻ ചില സമയങ്ങളിൽ വരും ഉണ്ണാൻ. എന്നാൽ ശരി, എന്നാൽ ഞങ്ങൾ ഞാൻ കൊണ്ടുപോകാൻ. എന്നാൽ പൊക്കോളൂ, പോവാൻ നോക്കിക്കോളൂ. ആയിക്കോട്ടെ, ഞാൻ ഉണ്ടിട്ട് ഇറങ്ങാം. ആയിക്കോട്ടെ.
ഏട്ടാ അമ്മേനെ വന്നിട്ട് ഗീത കൊണ്ടുപോയി കേട്ടോ. ആ അവള് ഇവിടെ പെരിന്തൽമണ്ണ കല്യാണത്തിന് അങ്ങോട്ട് വന്നതാണ് പറഞ്ഞു. ആ അപ്പോൾ അവൾ ഇങ്ങോട്ട് പോന്നു. ആ അമ്മയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. അമ്മയ്ക്കാണെങ്കിൽ പോകാൻ മനസ്സൊന്നുമില്ല, രണ്ട് മനസ്സ്, പോകണമെന്നുണ്ട് പോകണ്ടെന്നുണ്ട്. അപ്പം എന്താ പിന്നെ ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. ആ അമ്മയുടെ വാശിയൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ. ആ കുഴപ്പമില്ല, കൊണ്ട് നോക്കട്ടെ. ആ കുഴപ്പമൊന്നുമില്ല, എനിക്കെന്താ പ്രശ്നം. പക്ഷെ അമ്മ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ വീട്ടിൽ ആരും ഇല്ലാത്ത പോലെ ആയി പോയി. അതെ ഇപ്പം ഞാൻ നനച്ചായി. അതെ ആ ഒന്ന് കൊണ്ടടിക്കാൻ വരുന്നുണ്ടോ? ഇല്ലേ? ആ ശരി ശരി. ആ അവൾ എത്തിയിട്ട് വിളിച്ചു. പുഴക്കാട്ടറിയാ അവിടെ പുഴക്കാട്ട. ആ പക്ഷെ എനിക്കൊരു സമാധാനം ഇല്ല. ഒന്നാമത് അമ്മയുടെ സ്വഭാവം. ആ അതെ അതെ, എല്ലാത്തിനും ഒരുതരം കുറുമ്പും വാശിയാണ്. അതെ നമ്മൾ പിന്നെ നമ്മളെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൾക്ക് പണ്ടേ അവളുടെ സ്വഭാവം. അതെ മൂക്കിൻ്റെ തുമ്പത്താനുസരിച്ച് രണ്ടാളും കൂടെ ചെയ്തു എന്തോ തമ്പുരാനറിയാം. ആ ഞാൻ പറഞ്ഞു നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങോട്ട് കൊടുന്നാക്കിയേക്കാന്ന് പറഞ്ഞു. നമുക്ക് അമ്മയെ നോക്കുന്ന ഒരു ബുദ്ധിമുട്ടേ അല്ല. അതെ എനിക്കിപ്പോൾ എൻ്റെ അമ്മയെ പോലെ തന്നെയല്ലേ. ആ ആയിക്കോട്ടെ. ആ ശരി. ഹലോ. ആ എന്താ ഗീതേ? അമ്മ പറയണു. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സുഖമായിട്ടിരിക്കില്ലേ? എന്തു പറ്റി? അതാ ഞാൻ പറഞ്ഞത് ആദ്യമേ അമ്മയെ കൊണ്ടുപോകണ്ടെന്നുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നീരസൗന്ദര്യം വെച്ചിട്ട് പിന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നത്. അമ്മ തന്നെയല്ലേ, കുട്ടികളുടെ സ്വഭാവമാണ്. അതെ അതിപ്പോൾ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രായമായില്ലേ. നമ്മൾ അവരുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്തേ പറ്റൂ. അതെ അതെ അതെ, ഇവിടെ ആകുമ്പോൾ ഞാൻ അമ്മയുടെ ഇഷ്ടത്തിനൊക്കെ നിന്ന് കൊടുക്കും. അതെ അമ്മയുടെ ആ അവസ്ഥ നമുക്കും വരും നാളെ. നമ്മളും പതുക്കെ വാർദ്ധക്യത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങളും അതെ അവർക്കൊരു പൊടിക്കുറുമ്പൊക്കെ ഉണ്ട്, അത് സാരില്ല. അയ്യോ അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്വഭാവേ. ആ ഹീറ്ററിലെ ചൂടൊന്നും പറ്റില്ല അമ്മയ്ക്ക്. അടുപ്പ് കത്തിച്ചിട്ട് തന്നെ വെള്ളം ചൂടാക്കി കൊടുക്കണം. അതൊന്നും ഇഷ്ടമല്ല. ഞാനതല്ലേ ചെയ്യേണ്ടത്. നമ്മുടെ അപ്പുറത്തുള്ള ആ വിറക് വരെ അല്ലേ ഞാൻ വിറക് വെച്ച് കത്തിച്ചിട്ട് അമ്മയ്ക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കുന്നത്. അങ്ങനെ കുറേ കുറുമ്പുകളുണ്ട്. ഞാൻ അത് ആദ്യം പറഞ്ഞ് കൊണ്ടുപോകണ്ട, നിങ്ങൾക്ക് ദേഷ്യമാവും ഞാൻ ആദ്യമേ പറഞ്ഞത് അതാണ്. പിന്നെ നിങ്ങൾക്ക് വല്ല നീരസം വെച്ചിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. അമ്മയും പറഞ്ഞില്ലേ അമ്മയ്ക്ക് മടിയതാണ്, അമ്മയ്ക്ക് ഇവിടെ പറ്റുള്ളേ. അതെ എന്നെന്തെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കതൊരു പ്രശ്നമില്ല. എൻ്റെ അമ്മയെ പോലെ തന്നെ അല്ലേ, അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്കൊന്നും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അമ്മയുടെ സ്വഭാവത്തിന്. കാര്യം നിങ്ങളെ പ്രസവിച്ച് വളർത്തിക്കൊണ്ട് വന്നതൊക്കെ തന്നെയാണ് അമ്മ. പക്ഷെ അമ്മ പ്രായമാകും തോറും അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അവരുടെ ശീലങ്ങൾ മാറും, അവരുടെ സ്വഭാവങ്ങൾ മാറും. പിന്നെ മരുന്നൊന്നും നമ്മൾ എടുത്ത് കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല, സ്വന്തമായിട്ട് തന്നെ എടുക്കണം. പിന്നെ ചെക്കപ്പിന് കൊണ്ടുപോകണം, അല്ലാതെ എല്ലാ മാസം ചെക്കപ്പിന് കൊണ്ടുപോകണം കേട്ടോ. ഒരു മാസം പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആ അതൊക്കെ തന്നെയാണ് പ്രശ്നം. ആ ആ ആ ഏയ് വേണ്ട, ഞാൻ ഏട്ടനെ പറഞ്ഞേക്കാം, അങ്ങോട്ട് പറഞ്ഞേച്ചോളൂ അമ്മേ. ആ അമ്മ ഇവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാൻ ഇവിടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്തൂടെ. ഒന്നാമത് അമ്മയ്ക്ക് ഈ ഒരു ഇത് വിട്ടിട്ട് എങ്ങോട്ടും പോണത് ഇഷ്ടമല്ല, അതാണ്. അതെ അതെ അതെ, അമ്മയെ കല്യാണം കഴിച്ച് വന്ന അന്ന് മുതലുള്ളത് അച്ഛൻ്റെ വീടല്ലേ. അപ്പോൾ ആ ഒരു ഇത് വിട്ട് പോകാൻ മടിയാണ് ഒന്നാമത്തെ കാര്യം. അത് എവിടെയും പോകാത്തതും കൂടി അതാണ്. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി തൊഴുത് പോരുന്നല്ലാണ്ടേ. അതെ
ഞാൻ നോക്കണ്ടല്ലോ അമ്മേ, പൊന്നു പോലെ നോക്ക്. ആ ആയിക്കോട്ടെ. ആ ശരി ശരി ശരി. നീ എന്തായാലും ഏട്ടൻ വരുമ്പോഴേ ഞാൻ ഏട്ടനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാം. എന്നിട്ട് ഏട്ടനെ കൂടെ ഇങ്ങോട്ട് പറഞ്ഞേച്ചോളൂ അമ്മേ. ആ ആ അങ്ങനെയൊക്കെ തന്നെയാണ്. അതൊന്നും സാരമില്ല. അമ്മ ഇവിടെ നിൽക്കട്ടെ. അതെ, അമ്മയുടെ സന്തോഷം ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതെ, അവരെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. ആ ഇത്ര തന്നെ ഉള്ളൂ. ശരി. ആ ആ ആയിക്കോട്ടെ, ശരി, ഓക്കെ. ഹായ് ഫ്രണ്ട്സ്. നമ്മൾ പ്രായമായ ആളുകൾ, അവർക്ക് ചെറിയ മുൻചുണ്ടികൾ, ദേഷ്യങ്ങൾ ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു പക്ഷേ നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അവർ പറയുന്നത് മാത്രം അംഗീകരിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സ് ഈ പ്രായമാകുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നാളെ നമ്മുടെ അവസ്ഥ തന്നെയാവും കേട്ടോ. നമ്മളെങ്ങനെയായിരിക്കും അതുപോലെ നമുക്കറിയില്ല. ഒരിക്കലും നമ്മളുടെ വരുന്ന സമയത്ത് നമ്മളുടെ സ്വഭാവം, അതായത് പ്രായമാകുമ്പോൾ നമുക്ക് നമ്മളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ വയസ്സായ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കുറുമ്പ്, അവരുടെ ദേഷ്യം, അതൊക്കെ നമ്മളങ്ങോട്ട് അംഗീകരിച്ച് കൊടുത്തോളൂ. കാരണം ജീവിച്ചത്ര കാലം അവർ നമ്മളെ കൂടെ ജീവിക്കില്ല. അതുകൊണ്ട് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുക. ഓക്കെ. എനിക്ക് അമ്മ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 3 മാസമായി. അമ്മയെ ഞങ്ങൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ നോക്കിയിട്ടുണ്ട് അമ്മയെ. അമ്മ പോയതിൻ്റെ സങ്കടം സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുത്തത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്, എൻ്റെ അമ്മയുടെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണ്. കുട്ടിക്കുറുമ്പുകളും വാശിയും ഒക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ ഞങ്ങൾ അതിനൊക്കെ നിന്ന് കൊടുക്കുമായിരുന്നു, നമ്മുടെ വാശിക്കും കുറുമ്പിനൊക്കെ. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അപ്പോൾ അമ്മയ്ക്ക് ഷുഗറാണെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ വെച്ചാൽ ഞങ്ങളത് ചെയ്തു കൊടുക്കുമായിരുന്നു അവർക്ക്. കാരണം ഇനി കഴിച്ചത്ര കാലം അവർ നമ്മളെ കഴിക്കില്ല. എൻ്റെ അമ്മ പെട്ടെന്നാണ് മരിച്ചു പോയത്, അറ്റാക്കായിട്ട്. എല്ലാ മാസവും ചെക്കപ്പിന് കൊണ്ടുപോയിരുന്നു. മരുന്ന് വാങ്ങിക്കാൻ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാണ്ട് ഞങ്ങൾ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ എല്ലാ മാസം ബ്ലഡ് ചെക്ക് ചെയ്യും, പ്രഷർ ചെക്ക് ചെയ്യും, ഡോക്ടറെ കാണിക്കും, എല്ലാം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ഞങ്ങളെ അമ്മയെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രായമായി വരുന്ന ആളുകളോട് അവരുടെ ദേഷ്യപ്പെടലുകളും കുറ്റപ്പെടുത്തലും, അവർക്ക് ചിലപ്പോൾ നമ്മളെ ചീത്ത പറഞ്ഞ് കണ്ടുപിടിക്കും നിസ്സാര കാര്യങ്ങൾക്കും. അതൊക്കെ നമ്മൾ ക്ഷമിക്കുക, സഹിക്കുക. കാരണം ഒന്ന് മാത്രം ചിന്തിക്കുക, നാളെ നമ്മളും ആ ഒരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയുസ്സുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ പ്രായത്തിലേക്ക് എത്തും, വാർദ്ധക്യത്തിലേക്ക് എത്തും. ഓക്കെ. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.